മുംബൈ അടൽ സേതു കടൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ മുംബൈയിലെ ശിവരിയിൽ നിന്നും ചെർല വരെ നീളുന്നതാണ് കടൽപ്പാലം. 22 കിലോമീറ്റർ നീളമുള്ള കടൽപ്പാലത്തിന് സവിശേഷതകൾ ഏറെയുണ്ട്. താനെ കടലിടുക്കിലൂടെയാണ് പാലം കടന്നുപോകുന്നത്. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മയ്ക്കായി അടൽ സേതു എന്ന പേരാണ് പാലത്തിന് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കടൽപ്പാലം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 22 കിലോമീറ്ററാണ് കടൽപ്പാലത്തിന്റെ നീളം. ദക്ഷിണ മുംബൈയിലെ ശിവരിയിൽ നിന്നും നവി മുംബൈയിലെ ചേർലെ വരെ നീളുന്നതാണ് കടൽപ്പാലം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് റോഡ് നിലവിൽ വരുന്നതോടെ ഈ രണ്ട് കേന്ദ്രങ്ങളും തമ്മിലുള്ള 2 മണിക്കൂർ അകലം കേവലം 20 മിനിറ്റായി ചുരുങ്ങും. താനെ കടലിടുക്കിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 70,000-ഓളം വാഹനങ്ങൾ ദിനം തോറും പാതയിലൂടെ കടന്നുപോകുമെന്നാണ് പ്രതീക്ഷ. 17,843 കോടി രൂപ ചെലവഴിച്ചാണ് കടൽപ്പാലത്തിന്റെ നിർമ്മാണം. പൂർണ്ണമായും കടലിലൂടെ നിർമ്മിക്കുന്ന പാലങ്ങളിൽ ലോകത്തിലെ 12ാമത്തേതാണ് അടൽ സേതു. 16ലേറെ കിലോമീറ്റർ നിർമ്മാണവും നടന്നിരിക്കുന്നത് കടലിലാണ്. അനുബന്ധമായ 5 കിലോമീറ്റർ കരയിലും നിർമ്മാണം നടന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ തുടങ്ങിയവ പാലത്തിൽ അനുവദിച്ചിട്ടില്ല. 100 കിലോമീറ്ററായാണ് 6 വരി പാലത്തിലൂടെയുള്ള വാഹനങ്ങളുടെ വേഗത നിശ്ചയിച്ചിരിക്കുന്നത്. കാലങ്ങളായി മുംബൈ നഗരത്തിലെ ജനതയുടെ ആവശ്യമാണ് കടൽപ്പാലം. 2018-ലാണ് കടൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നാഷണൽ ഡെസ്ക്, ജനം.